ഹലോ ഗായ്സ്, എൻ്റെ 355 സബ്സ്ക്രൈബേഴ്സിനും ഒരു ഹായ്. പുതുതായിട്ട് നമ്മുടെ ഈ കൊച്ചു ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്ത എല്ലാവർക്കും താങ്ക് യു ഫോർ സപ്പോർട്ടിങ് ആൻഡ് സബ്സ്ക്രൈബിങ് ടു അവർ ചാനൽ. ഞാനിപ്പോൾ ഉള്ളത് ഫ്രാൻസിൽ തന്നെയാണ്. നമുക്കിവിടെ സാറ്റർഡേ സൺഡേ ഓഫാണ്. പ്ലസ് ഒരു ബോണസ് കിട്ടിയെന്ന് പറഞ്ഞാൽ സാറ്റർഡേ സൺഡേ മൺഡേ ഇവിടെ ട്രാഫിക് ബാൻ ഉണ്ട്. സോ നമുക്ക് വണ്ടി ഓടിക്കാൻ പാടില്ല. അപ്പോൾ ഇനി നമുക്ക് ചൊവ്വാഴ്ച ലോഡുള്ളൂ. അപ്പോൾ 3 ദിവസം ഫ്രീ ആണ്. ഇനിയിപ്പോൾ വണ്ടി ക്ലീനിങ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഇന്നത്തെ ദിവസം ഞാൻ വേസ്റ്റ് ചെയ്തു. ശനിയാഴ്ച ദിവസം ഫുള്ള് അർമാദിച്ച് വണ്ടി കിടന്നുറങ്ങിയും സിനിമ കണ്ടുമൊക്കെ അർമാദിച്ച് ടൈം വേസ്റ്റ് ചെയ്തു. പാർക്കിംഗ് കാണിച്ചു തരാം. പാർക്കിംഗ് ഏകദേശം ഫുള്ളാണ്. 1-2 സ്ലോട്ടുകളൊക്കെ ഇപ്പോഴും ഉണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിലോട്ടൊക്കെ നല്ല സ്പേസ് കിടപ്പുണ്ട്. നമ്മൾ ഇന്നലെ ഇവിടെ കൊണ്ട് ഒതുക്കിയതാണ്. സോ ബാക്കിൽ പമ്പാണ്, അങ്ങോട്ട് പമ്പാണ്. പമ്പ് പാർക്കിംഗ് ആണിത്. പമ്പ് പാർക്കിംഗ് ആകുമ്പോൾ കുറച്ചുകൂടെ ഫെസിലിറ്റീസ് ഉണ്ട്, പിന്നെ കുറച്ചുകൂടെ സേഫാണ്. അതാണ് നമ്മളിവിടെ കൊണ്ടിട്ടത്. പിന്നെ എൻ്റെ വണ്ടി കാലിയാണ്, നമുക്ക് ലോഡില്ല. ചൊവ്വാഴ്ച പോയി ലോഡ് എടുക്കണം. അപ്പോൾ ഇതിൽ ഞാൻ പറയാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞാൽ, സ്കാനിയ ഞാൻ ഓടിച്ചിട്ടില്ല. ബെൻസ്, റെനോ, ഡാഫ് ഇത് 3 ഞാൻ ഓടിച്ചിട്ടുണ്ട്. പിന്നെ ഈ കിടക്കുന്ന ഓറഞ്ച് ഡാഫ് പഴയ മോഡലും ആ ഒരു യെല്ലോ കളർ പോലെ തോന്നുന്നത് പുതിയ മോഡൽ ഡാഫുമാണ്. ഇവരെ 3 പേരെ ഞാൻ ഓടിച്ചിട്ടുള്ളതുകൊണ്ട് ഇവരെ 3 പേരെ ഒരു കാര്യം പറയാമെന്ന് വെച്ചാൽ, എനിക്ക് ഇവരെ 3 പേരെ കാണുമ്പോഴേ തലയെടുപ്പ് വെച്ച് നോക്കുമ്പം എന്താ പറയുക, ബെൻസ് തന്നെയാണ് അല്ലേ ഒരു ലുക്ക് കൊണ്ടുവന്നത്. നമ്മുടെ റെനോ ചെക്കനും അത്ര മോശമൊന്നുമല്ല, നല്ല തലയെടുപ്പിൽ നിൽപ്പുണ്ട്, ഒരു കുട്ടിക്കൊമ്പം നിൽക്കുന്ന പോലെ നിൽപ്പുണ്ട്. ഡാഫ് പിന്നെ ഒരു അയ്യോഭാവം. പക്ഷെ ബെൻസ് ഒരു രക്ഷയില്ല. അവൻ്റെ ആ ഒരു സിമ്പലുണ്ടല്ലോ, ഈ ഒരു സിമ്പൽ മാത്രം മതി അവൻ്റെ ഒരു പവർ അറിയിക്കാൻ. നമ്മുടെ ട്രാൻസ്ഫോമേഴ്സിലൊരു മെഗാട്രോൺ നിൽക്കുന്ന പോലെ, പ്രത്യേകിച്ച് ഈ ഒരു ആഷ് അല്ലല്ലോ, ഇത് എന്ത് കളറാണ്, ഗ്രേ കളറും കൂടി ആയതുകൊണ്ട്. നമ്മുടെ കമ്പനി വണ്ടികളെല്ലാം വൈറ്റ് കളറാണ്, ഇതൊരു ഗ്രേ കളറിൽ പൊളി ലുക്ക്, ഒരു രക്ഷയില്ല. നമ്മുടെ ചെക്കനും മോശമൊന്നുമല്ല. ഇവൻ്റെ ബ്ലാക്ക്, റെനോയുടെ ബ്ലാക്ക്, വയലറ്റ് കളറൊക്കെ ട്രക്കുകളുണ്ട് ഇവിടെ. ഒരു രക്ഷയില്ല, ഒരു ഏലിയൻ ലുക്കാണ് ചെറുക്കന്. അപ്പോൾ അതും വേറെ ഒരു ലെവലാണ്. പിന്നെ ഡാഫ് ഇങ്ങനെ നിൽക്കുന്നത് നോക്കണ്ട, മൈലേജ് തന്നെയാണ്. കാണാനൊരു അയ്യോഭാവമാണെങ്കിലും മൈലേജിൻ്റെ കാര്യത്തിലും ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിലും പൊളിയാണ് ഡാഫ്. ഒരു മാർക്കിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിൽ ഫസ്റ്റ് ഡാഫിനും, സെക്കൻഡ് ബെൻസിനും, തേർഡ് റെനോയ്ക്കും എൻ്റെ ഒരു ഞാൻ ഉപയോഗിച്ചത് വെച്ചിട്ട് ഞാൻ പോയിൻ്റ് കൊടുക്കത്തുള്ളൂ. അതിൽ തന്നെ പിന്നെ ഇവർ നമ്മുടെ ഫീച്ചേഴ്സിനെ പറ്റിയൊന്നും ഞാൻ പിന്നെ പറയുന്നില്ല, കാരണം എല്ലാത്തിനും ഉണ്ട് ഇല്ല അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതിലേക്ക് പറയാനാണെങ്കിൽ. സോ അതിപ്പോൾ എന്തായാലും പറയുന്നില്ല. ഇത് 3ആണ് മെയിനായിട്ട് എനിക്ക് തോന്നിയത്. നിങ്ങളെന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. ബെൻസാണോ റെനോയാണോ ഇവർ 2 പേര്? കാരണം ഞാൻ പറഞ്ഞല്ലോ, ഡാഫ് ഒരു അയ്യോഭാവം പോലെ നിൽക്കുന്നു, സ്കാനിയയും ഒരു കുഴപ്പമില്ലാത്ത ലുക്ക് തന്നെയാണ്. പക്ഷേ എന്നാലും ബെൻസ് തന്നെയാണ് അല്ലേ, ആ ഒരു ഗ്രില്ലും കാര്യങ്ങളും. ചെക്കൻ ഒരു രക്ഷയില്ല, വേറെ ലെവൽ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യും. ഓക്കെ, ബാക്കി അപ്ഡേറ്റ്സ്